ശ്രീകണ്ഠപുരം നഗരസഭ മാലിന്യമുക്ത നവകേരളം കർമ്മപരിപാടിയുടെ ഭാഗമായി ശ്രീകണ്ഠപുരം നഗരസഭയിലെ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും ജില്ലാ ജോയിന്റ് ഡയറക്ടർ അരുൺ ടി.ജെ നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് തരത്തിലാണ് തിരിക്കുക. ഒന്ന് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും. ജൈവ മാലിന്യങ്ങൾ നമ്മുടെ നിലവിൽ മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ ശേഖരിക്കാറില്ല. അത് ആരാണോ മാലിന്യം ഉണ്ടാക്കുന്നത് അവർ സംസ്കരിക്കേണ്ട തരത്തിലാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നഗരസഭ എല്ലാ വീടുകളിലും അത്തരം ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഉപകരണങ്ങൾ എത്തിച്ചു കൊടുത്തു എന്നാണ്. ബാക്കിയുള്ളവർക്ക് ഈ വർഷത്തെ പ്രോജക്റ്റ് കഴിയുമ്പോഴത്തേനും മുഴുവൻ വീടുകളിലും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അത് വളരെ നല്ലൊരു അഭിനന്ദിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ജില്ലയിലുള്ള മറ്റു പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പകുതി വീടുകളിൽ പോലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മുഴുവൻ വീടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ജൈവ ഉപാധികൾ എത്തിച്ചു കൊടുക്കാൻ പറ്റിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ അജൈവ മാലിന്യങ്ങളാണ് വരുന്നത്. അജൈവ മാലിന്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഹരിതകർമ്മ സേനകളെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ശേഖരിച്ചു വരുന്നത്. അത് തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കും പേപ്പറുകളും എല്ലാം മാസമെടുക്കും. പിന്നെ അതിന്റെ പുറമെ ഏതെങ്കിലും ഒരു മാലിന്യങ്ങൾ നമ്മുടെ ഒരു കലണ്ടർ പ്രകാരമാണ് നമ്മൾ എടുത്തു വരുന്നത്. അപ്പൊ അതും കൃത്യമായി തരംതിരിച്ച് കൊണ്ടുവന്ന് സംസ്കരിച്ച് ക്ലീൻ കേരള കമ്പനി വഴി പുറത്തേക്ക് പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ.വി. ഫിലോമിന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ കെ. ശിവദാസൻ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി.പി. നസീമ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി.പി. ചന്ദ്രാംഗതൻ മാസ്റ്റർ, കെ.സി. ജോസഫ് കൊന്നക്കൽ, ജോസഫിന ടീച്ചർ, കൗൺസിലർ കെ.വി. ഗീത, നഗരസഭാ ശുചിത്വ മിഷൻ അംബാസിഡർ സദാനന്ദൻ ചേപ്പറമ്പ്, CDS ചെയർപേഴ്സൺ ഓമന എ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ക്ലീൻ സിറ്റി മാനേജർ മോഹനൻ പി ചടങ്ങിന് നന്ദി പറഞ്ഞു. ദീർഘനാളുകളായി നഗരസഭയിൽ നടത്തിവന്ന വ്യത്യസ്തങ്ങളായ ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെയാണ് നഗരസഭ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതിനായി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് 6 സ്ഥലങ്ങളിൽ ശുചിത്വ റാലികൾ സംഘടിപ്പിച്ചു. നഗരസഭയിലെ എല്ലാ വിദ്യാലയങ്ങളടക്കം എല്ലാ സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നിരന്തര പരിശോധനകൾ നടത്തി ഹരിത സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പരിപാടിയിൽ കൗൺസിലർമാർ, ആശാവർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായ സമിതി പ്രതിനിധികൾ, സ്കൂളുകൾ, കോളേജുകൾ, ഗ്രന്ഥാലയങ്ങൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയെ ശുചിത്വ അവാർഡുകൾ കരസ്ഥമാക്കിയ സ്ഥാപനങ്ങളെയും ദേശീയ തലത്തിൽ കായിക മത്സരങ്ങളിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ ശ്രീകണ്ഠപുരം ലിറ്റിൽ ഫ്ലവർ സ്കൂൾ കായിക അധ്യാപിക ജാസ്മിനെയും പരിപാടിയിൽ ആദരിച്ചു.